Alhamdulillah wa ala alihi wa sahbihi ajma'in al-faizina bi ridallah ma ba'd. Allahumma salli ala sayyidina Muhammad wa ala ali sayyidina Muhammad. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. ഏറ്റവും ആദരണീയരായ ഈ മഹത്തായ സദസ്സിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഹക്ക് സാഹിബ് അവറുകളെ, പ്രിയങ്കരനായ ഈ സദസ്സിൽ പ്രൗഢമായൊരു വിഷയാവതരണം നടത്തിയ പ്രിയങ്കരനായ ഫൈസൽ ബാബു സാഹിബ്, അതുപോലെ പ്രിയപ്പെട്ട മുജീബ് സാഹിബ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏതാണ്ട് 9:50 അല്ലേ? അപ്പം ഇനി മാത്രമല്ല, ഇത്ര കുഷ്യനായ ഒരു സീറ്റിലിരുന്ന് നല്ല AC-യുടെ തണുപ്പിൽ വിശന്നിരിക്കുന്നൊരു സമയത്ത് ഒരു സുദീർഘമായൊരു സംസാരം അത്ര ചേരൂല എന്നുള്ളത് നന്നായി അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ടൊന്ന് ഇരിക്കാൻ പറ്റുമോ? ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് പോയാൽ കഴിയുമ്പോൾ എത്ര ആളുണ്ട് എന്ന് എണ്ണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒന്ന് രണ്ട് കൈകളൊന്ന് കോർത്ത് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് വലിക്കും മുകളിലോട്ട്. ഇപ്പൊ ശരിക്കും ഉറങ്ങണമല്ലോ, മനസ്സിലായി? ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യണം. വലത് കൈ കൊണ്ട് പറയുന്ന പോലെ കൃത്യമായിട്ട് നോക്കുക. ഉറങ്ങണമല്ലോ, ആരും ഇല്ലല്ലോ? ഇല്ല. വലത് കൈ കൊണ്ട് ഇടത് ഭാഗത്തൊന്ന് അടിച്ച്, ഇടത് കൈ കൊണ്ട് വലത് കൈ കൊണ്ട് ഇടത് ചെസ്റ്റ്, ഇടത് കൈ കൊണ്ട് വലത് കൈ കൊണ്ട് ഇടത് വയറ്, ഇടത് കൈ കൊണ്ട് വലത് കൈ കൊണ്ട് ഇടത് തൊട, ഇടത് കൈ കൊണ്ട് വലത്, നേരെ കൈകൾ വലിച്ചൊന്ന് ശക്തമായിട്ട് സ്ട്രെച്ച് ചെയ്തേ. നിങ്ങളിരുന്നു. ഒരു അരമണിക്കൂർ എന്തായാലും ഉറങ്ങാനാവില്ല. ഓക്കെ, കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് വിഷയത്തിന്റെ ഒരു ലീഡർഷിപ്പ് കൺസെപ്റ്റ്, പ്രത്യേകിച്ചും ഒരു നേതൃതലത്തിലുള്ള ആളുകൾ എന്നുള്ള നിലയിൽ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ സമയം എടുക്കില്ല. ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പ്രത്യേകിച്ചും ഇവിടെ ഒരു പ്രൗഢമായ ഒരു മുസ്ലിം യൂത്ത് ലീഗിന്റെ ദർശനങ്ങളെ കുറിച്ച് ഫൈസൽ ബാബു സാഹിബ് വളരെ ഗഹനമായ രീതിയിൽ ഇവിടെ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ തുടർച്ച എന്നോണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്ത്, പുതിയ ലീഡർഷിപ്പ് ചാലഞ്ചസ് ഉള്ളൊരു കാലത്ത് നമ്മൾ നേരിടേണ്ടുന്ന, നമ്മൾ അനുഭവിക്കേണ്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടുന്ന 4 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് മാത്രം സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നിങ്ങളൊക്കെ ഈ പ്രദേശത്തെ വേങ്ങര പോലത്തെ ഒരു വളരെ പ്രൗഢമായ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന്, അതിന്റെ ശാഖയിലും പഞ്ചായത്തിലും ഒക്കെയുള്ള ഭാരവാഹികളും നേതാക്കളും പ്രവർത്തകരും ഒക്കെയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ പങ്ക് വഹിക്കാൻ കെൽപ്പുള്ളവരും നാളെ ലീഡർഷിപ്പിലേക്ക് വരേണ്ടവരും ഇപ്പോൾ ലീഡർഷിപ്പിലുള്ളവരും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നവരിൽ പലരും. ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് ആലോചിക്കുകയും പറയുകയും ചെയ്യാറുള്ളത്, ജീവിതത്തിൽ ഒരു വിശ്വാസി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ, അല്ലെങ്കിൽ ഒരു വിശ്വാസി, ഒരു പൊതുപ്രവർത്തകൻ, ഇങ്ങനെയുള്ള എല്ലാ മാനദണ്ഡങ്ങൾ എടുത്താലും അള്ളാഹു നൽകുന്ന ഒരു വലിയ അവസരമാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത്. നമുക്ക് സമൂഹത്തിന്റെ ഇത്തരം പൊതുധാരകളിൽ ഇടപെടാൻ കഴിയുക എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്ത് നമുക്ക് നമ്മുടേതല്ലാത്ത മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത്. ഞാൻ എൻ്റെ വിഷയം, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എൻ്റെ വരുമാനം, അങ്ങനെ ചുരുങ്ങിപ്പോകുന്നതിന് പകരം നമ്മുടേത് എന്ന് ചിന്തിക്കാനുള്ള ചില ഇടങ്ങളിലൂടെ സഞ്ചരിക്കാൻ അവസരമുണ്ടാവുക എന്ന് പറയുന്നത്, അതെല്ലാവർക്കും ഒന്നും സാധിക്കണമെന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നുണ്ട്, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. അള്ളാഹു ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും, ഒരു മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും, ഒരു മനുഷ്യനെ വല്ലാതെ പിന്തുണച്ചുകൊണ്ടേയിരിക്കും. മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. ആ മനുഷ്യൻ തന്റെ സഹോദരനെ സേവിക്കുകയും സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തിയിലായിരിക്കുന്ന കാലമത്രയും. ഞാനും നിങ്ങളും മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരായി, കർമ്മനിരതരായി ഈ പ്രവർത്തന മേഖലയിൽ ഇടപഴകുമ്പോൾ നമ്മൾ ഏതൊക്കെയോ സഹോദരങ്ങളെ സഹായിക്കുകയാണ്, കൂടെയുള്ള മനുഷ്യർക്കൊക്കെ അത്താണിയാവുകയാണ്. ആ അർത്ഥത്തിൽ വലിയ ആശ്വാസവും വലിയ സംസ്കാരവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലൂടെ നമ്മൾ കൈമാറുകയാണ്. ഒരുപക്ഷെ ഈ വേങ്ങര മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അലിവ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നിരന്തരമായി നടത്തുന്നത് പലപ്പോഴായി അനുഭവിക്കുകയും കാണുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മറ്റുള്ളവരെ സേവിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന കാലമത്രയും അള്ളാഹു നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ നമ്മൾ പലപ്പോഴായി പല രീതിയിലുള്ള പ്രഭാഷണങ്ങളോ ക്ലാസ്സുകളോ ഒക്കെ കേൾക്കുന്നതാണ്. ഞാൻ 4 വാക്കുകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴാണ് നിങ്ങൾ ഒരു നല്ല ലീഡർ ആവുക? എപ്പോഴാണ് നിങ്ങൾ നല്ല ശാഖയിലെ ഒരു മികച്ച പ്രവർത്തകനാകുക? എപ്പോഴാണ് സമൂഹം ആദരിക്കുന്ന, സമൂഹം ഓർമ്മിക്കുന്ന, സമൂഹം ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായി മാറുക? ആ നേതാവായി മാറുന്നതിന് പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടെ ജീവിച്ച് കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. ആ മാതൃക നമ്മളെ സംബന്ധിച്ചിടത്തോളം 4 വിധാനങ്ങളിലൂടെ നമുക്ക് വളരാൻ പറ്റുക എന്നുള്ളതാണ്. അതുമാത്രം ഞാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മാത്രം എടുക്കുക. പ്രവാചകർ തങ്ങൾ 63 വയസ്സ് വരെ ജീവിച്ചു. ആ ജീവിതത്തിന്റെ ഒരു കാലത്ത് പരിശുദ്ധ ഇസ്ലാം എന്നതാണ് പ്രവാചകന്റെ പ്രബോധനം. സാമൂഹ്യ പ്രവർത്തനം പ്രവാചകന്റേത് ഇസ്ലാമാണ്. ലോകത്ത് മുഴുക്ക പരിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ കൊണ്ടുവരിക എന്നതാണ് നബിയുടെ ദൗത്യം. ആ ദൗത്യം തന്റെ ജീവിതത്തിൽ വിജയപ്രദമായി പൂർത്തീകരിച്ച് ലോകത്ത് ജയിച്ചു മാതൃകയായി എന്നതാണ് പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ പ്രത്യേകതയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട്ട് വരുമ്പോൾ പ്രവാചകരുടെ ജീവിതത്തിൽ ഒരു ജീവിതത്തിന്റെ നിയതമായ ചില ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ ആലോചിച്ചാൽ അറിയാം. പ്രവാചകൻ പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം ഏറ്റെടുത്ത് ദൗത്യത്തിലേക്ക്, നുബുവത്തിലേക്ക് കടന്നു വരുന്നത് ഏത് പ്രായത്തിലാ? എത്രാമത്തെ വയസ്സിലാ പ്രവാചകൻ തുടങ്ങുന്നത്? 40-ാമത്തെ വയസ്സിൽ. 40-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ 60 വയസ്സ് അല്ലെങ്കിൽ 63 വയസ്സ് ജീവിച്ച ഒരാളുടെ ജീവിതത്തിലെ 3-ാമത്തെ പാതിയാണ്, ഇല്ലേ? ആദ്യത്തെ 2 പാതിയിലും ഇസ്ലാം ഇല്ല. ആദ്യത്തെ 2 പാതിയിലും ദഅവത്തില്ല. ആദ്യത്തെ 2 പാതിയിലും പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനമില്ല. ആദ്യത്തെ 2 പാതിയിലും അങ്ങനെ ഒരു സാമൂഹിക ദൗത്യത്തിന്റെ ഉത്തരവാദിത്തമേ പ്രവാചകനില്ല. ആ നാട്ടിൽ ജീവിക്കുകയാണ്, ആ സമൂഹത്തിൽ കഴിയുകയാണ്. ആ കൂട്ടത്തിൽ കിടന്ന പ്രവാചകൻ പഠിക്കുകയും വളരുകയും ചിന്തിക്കുകയും ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ വഴി നടത്തി ഒരു സമൂഹത്തെ വഴിതെളിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ പ്രവാചകർ തങ്ങളെ ജീവിതത്തിൽ കണ്ട ചില മാതൃകകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, 20 വയസ്സ് വരെ 25 വയസ്സ് വരെ പ്രവാചകൻ കല്യാണം കഴിക്കുന്ന വരെയുള്ള ഒരു പ്രായമുണ്ട്. അന്ന് കുഞ്ഞാണ് പ്രവാചകൻ. തന്റെ വാപ്പ ജീവിതത്തിൽ കാണാൻ പോലുമുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഉമ്മ 6 വയസ്സുള്ള സമയത്ത് വിട പറഞ്ഞു പിരിഞ്ഞുപോയി. ആശ്വാസമായിരുന്ന പിതാമകനും പിതൃവ്യരും ഒക്കെ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവരെ ആഗ്രഹിക്കുന്ന, അവരുടെ സപ്പോർട്ട് വേണ്ടിയിരുന്ന കാലത്ത് അവരൊക്കെ പടിയിറങ്ങി പിരിഞ്ഞുപോയി. ഒറ്റക്കായി പ്രവാചകൻ. ആരുമില്ല പ്രവാചകനെ സഹായിക്കാൻ, ആരുമില്ല പ്രവാചകനെ അങ്ങനെ ഏറ്റുപിടിച്ചു കൊണ്ടു നടക്കാൻ. ആ സമൂഹം മുഴുക്കെ ജാഹിലിയയുടെ, വൃത്തികേടുകളുടെ, അന്ധകാരത്തിന്റെ, അനിസ്ലാമികതയുടെ, പൊറുക്കാൻ കഴിയാത്ത തെറ്റുകളുടെ ലോകത്തോട് എങ്ങനെ സഞ്ചരിക്കുന്ന ഒരു കാലം. ആ സഞ്ചരിക്കുന്ന ലോകത്ത് പ്രവാചകർ തങ്ങള് പതിയെ പതിയെ ജീവിക്കുകയാണ്. ആ ജീവിക്കുന്ന ജീവിതത്തിന്റെ പ്രത്യേകത തെറ്റുകൾ ചെയ്യാതെ, കുറ്റങ്ങളിൽ പെടാതെ, ഒരു വൃത്തികേടുകളുടെയും കൂടാതെ, നാട് മുഴുവനും ഒരു നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി പോലും 40-ലേറെ വർഷക്കാലം ഒട്ടകത്തിന്റെ മൂക്കുകയറിനു വേണ്ടി യുദ്ധം ചെയ്തൊരു ജനതയാണവർ. ആ സമൂഹത്തെ പരിശുദ്ധ പ്രവാചകൻ കൂടെ നടന്നിട്ട് പെങ്ങളേത് പെണ്ണേത് എന്ന് തിരിച്ചറിയാത്ത ഒരു ജനതയുടെ കൂടെ ജീവിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തെറ്റ് ചെയ്യുന്നില്ല. ആ നാടിനെ അടുത്ത് ഇടപഴകി പഠിച്ചു. അവരുടെ കുറവെന്താന്ന് പഠിച്ചു, അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താന്ന് പഠിച്ചു. ഉക്കാലയുടെ ചന്തയിൽ ആഘോഷത്തിൽ അമർന്നു കിടക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ആവേശത്തോടെ ചെറുപ്പക്കാരനായ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ഉക്കാലയുടെ ഉത്സവം കാണണം. ആ ഉത്സവത്തിൽ നൃത്തം ചവിട്ടുന്ന സ്ത്രീകളുടെ ആനന്ദ നൃത്തങ്ങളും പാട്ടുകളും ആഘോഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആഘോഷമാണ് ഉക്കാലയുടെ ചന്ത. അത് കാണാൻ പ്രവാചകൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. പ്രവാചകൻ ഒരു ചെറുപ്പക്കാരനാണ്. ആ കൗമാരത്തിന്റെ തുടിപ്പിൽ പ്രവാചകൻ അത് കാണാൻ പോവുകയാണ്. മുന്നിൽ ചെന്നിരുന്നപ്പോ പക്ഷെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പരിപാടികൾ ആരംഭിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഉറങ്ങിപ്പോയി. പിന്നെ ഉണരുന്നത് എല്ലാം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോകുമ്പോഴാണ്. അങ്ങനെ പിരിഞ്ഞു പോകുന്ന സമയത്ത് പ്രവാചകരോട് ആ വന്നിരുന്ന ആളുകളൊക്കെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പിന്നെ വന്നത് മുഹമ്മദ്? ഇതൊന്നും കാണാനും ആഘോഷിക്കാനും നീ വരാതെ ഉറങ്ങിയിരിക്കാനും ഇത് ആഘോഷിക്കാതിരിക്കാനുമാണ് നീ വന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്? അള്ളാഹുവിന് ഒരു തീരുമാനമുണ്ടായിരുന്നു, പ്രവാചകൻ അതൊന്നും കാണരുത്, മോശപ്പെട്ട ഒന്നിലും കൂടരുത്. ആ സമൂഹത്തിന് മുന്നിൽ മാന്യമായൊരു ജീവിതം. എന്നാൽ അറിയണം എന്താണ് ഈ നാട്, പ്രവാചകൻ പഠിക്കണം. എന്താണ് ഈ നാട്ടുകാരുടെ താല്പര്യം, പ്രവാചകൻ പഠിക്കണം. ആ നാട്ടുകാരുടെ സ്വഭാവ രീതി എന്താ, പ്രവാചകൻ പഠിക്കണം. ആ നാട്ടുകാർ നശിച്ചു പോകുന്ന മാർഗം എന്താ, പ്രവാചകൻ പഠിക്കണം. അവിടുത്തെ ചെറുപ്പക്കാരുടെ നിലപാടെന്താ, പ്രവാചകൻ പഠിക്കണം. അവിടുത്തെ പെൺകുട്ടികളുടെ സ്വഭാവം എന്താ, പ്രവാചകൻ പഠിക്കണം. ആ നാട് എന്തിന്റെ പിറകെയാ, കള്ളും പെണ്ണും കൊണ്ട് ലയിച്ച് നശിച്ചു പോകുന്ന ആ ജനതയുടെ വികാരങ്ങൾ പ്രവാചകൻ അറിയണം. പ്രവാചകർ തങ്ങൾ അങ്ങനെ കൂടെ ജീവിച്ചു. അള്ളാഹു ജീവിപ്പിച്ചു. തെറ്റുകൾ ചെയ്തില്ല, മോശത്തരങ്ങളുടെ പിറകെ പോയില്ല.
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 25 വയസ്സ് വരെയുള്ള കാലഘട്ടം അങ്ങനെയായിരുന്നു. കച്ചവട സംഘത്തിന്റെ കൂടെ പോവുക, കച്ചവടം ചെയ്ത് തിരിച്ചു വരിക. അന്ന് ഖദീജ ബീവി കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, തൻ്റെ സംഘത്തിന്റെ ഉത്തരവാദിത്തമുള്ള കണക്ക് സൂക്ഷിപ്പുകാരനും കച്ചവടക്കാരനുമാകാൻ. പ്രവാചകൻ അതും ചെയ്തു. അങ്ങനെയൊക്കെ കച്ചവടവും ഇടപാടുകൾക്കും ഒക്കെയായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു പോകുമ്പോൾ ആ പ്രവാചകരെ പതിയെ പതിയെ ജനത തിരിച്ചറിയുകയാണ്. നല്ല മനുഷ്യൻ, ഇടപാടുകാരിൽ വിശ്വസ്തൻ, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും മാന്യനായ ഒരു ചെറുപ്പക്കാരൻ, നാട് കണ്ട ഏറ്റവും നല്ല സംസ്കാരമുള്ള ഒരാൾ. ആളുകൾ പറയാൻ തുടങ്ങി, അൽ അമീൻ, വിശ്വസ്തൻ എന്ന പ്രവാചകനെ വിളിച്ചു. അൽ അമീൻ, വിശ്വസ്തൻ എന്ന പ്രവാചകന് വിളിപ്പേര് കിട്ടിയത് നുബുവത്തിന് ശേഷമാണോ മുമ്പാണോ? പ്രവാചകനെ ആളുകളൊക്കെ സത്യസന്ധൻ എന്ന് വിളിച്ചത് നുബുവത്തിന് മുമ്പാണോ ശേഷമാണോ? മുമ്പാണ്. അന്ന് പ്രവാചകർ തങ്ങൾ ഇസ്ലാം പറഞ്ഞു തുടങ്ങാത്ത കാലം, ഖുർആൻ കയ്യിൽ വരാത്ത കാലം, പരിശുദ്ധ ഇസ്ലാമിൽ നീതിയും ശബ്ദവും സത്യവും ഒക്കെ ലോകത്ത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പാണ് നാട്ടുകാർ മുഴുക്കെ അല്ലമീൻ എന്ന് ആരെ വിളിക്കുന്നത്? പ്രവാചകരെ വിളിക്കുന്നത്. അഥവാ കച്ചവടം ചെയ്തിട്ട് മാന്യത തെളിയിച്ചു, കൂടെ ജീവിച്ച് മാന്യത തെളിയിച്ചു. ആ സംസ്കാരത്തെ അവരോടൊപ്പം വളർന്നപ്പോൾ ആളുകൾ പറഞ്ഞു, നാട്ടിലൊരു ഹജറുൽ അസ്വദിന്റെ പേരിൽ ഒരു തർക്കമുണ്ടായപ്പോ തീർപ്പ് കൽപ്പിക്കാൻ പറ്റിയ ഒരാൾ പ്രവാചകർ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ മാന്യനായ ചെറുപ്പക്കാരനായ ആളുകൾ എഴുതി, ആളുകൾ പങ്കുവെച്ചു. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ഘട്ടം ഒരാൾ വളരാൻ ലേണിംഗ് എന്ന് പറയുന്നതാണ്. പഠിക്കുക, അറിയുക. ലേൺ യുവർ കൾച്ചർ, ലേൺ യുവർ കൊളീഗ്സ്, ലേൺ യുവർ നാച്ചർ, ലേൺ യുവർ ചലഞ്ചസ്, ലേൺ യുവർ ഓപ്പർച്യൂണിറ്റീസ്, ലേൺ യുവർ ത്രെഡ്സ്. എന്തെല്ലാം അറിയാനും പഠിക്കാനും പറ്റുമോ അതത്രയും പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കറിയാനുള്ളതെല്ലാം നിങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. ആ അറിയാനും പഠിക്കാനും പ്രവാചകൻ 25 വയസ്സാകുമ്പോഴേക്ക് ഒരു ഗോത്രത്തർക്കം തീർക്കാൻ എങ്ങനെ കഴിയുമെന്ന് പ്രവാചകൻ അറിയാം. ഒരു തുണി എടുത്തിട്ട് ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും 4 ഗോത്രങ്ങളും തമ്മിൽ തർക്കിച്ച് ആരെടുത്തു വെക്കുമെന്ന് ശങ്കിക്കുമ്പോ പ്രവാചകൻ ഒരു വലിയ തുണി കൊണ്ടുവരാൻ പറയാണ്. കല്ലെടുത്തിട്ട് ആ തുണിയിൽ വെക്കുകയാണ്. ആളുകൾ ചോദിച്ചു, മുഹമ്മദ് എന്താണ് ചെയ്യാൻ പോണത്? പ്രവാചകൻ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ആര് പിടിച്ചത് വെക്കും എന്നല്ലേ പ്രശ്നം. 4 ഗോത്രങ്ങളും കോംപ്രമൈസ് ചെയ്യില്ല എന്ന് പ്രവാചകൻ ലേൺ ചെയ്തു. അവരെ കൂടെ വളർന്ന പ്രവാചകൻ ആ വളർച്ചയിൽ പഠിച്ചു, ഇങ്ങനെയൊന്നും ഈ പ്രശ്നം തീർക്കാൻ കഴിയില്ല. പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 4 കോണും പിടിക്കുക. കൂളായി 4 കോണും പിടിച്ച് നമുക്ക് ഒന്നിച്ചെടുത്ത് വെക്കാം. ആളുകൾ പറഞ്ഞു, അപ്പൊ നമുക്ക് ഈ ദൗത്യത്തിൽ പങ്കാളികളായി. ആർക്കും ഇത് നഷ്ടപ്പെടുന്നില്ല. പരസ്പരം തർക്കിക്കുകയോ തല്ലുകയോ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ടതില്ല. പ്രവാചകന്റെ പരിഹാരം ആവേശത്തോടെ അവർ ഏറ്റെടുത്തു. കാരണം അവരെ പഠിച്ച പ്രവാചകൻ എന്ന നായകന്, അവരോടൊപ്പം വളർന്ന നായകന് മച്യൂരിറ്റിയുള്ള പക്വതയുള്ള ഒരു തീരുമാനമെടുക്കാൻ വളരെ എളുപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ദൗത്യം നിങ്ങളൊരു നല്ല ലീഡറാണോ എന്നറിയാൻ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നാണ് പ്രധാനം. നിങ്ങൾ കൂടെയുള്ളവരെ കുറിച്ചുള്ള പഠനം, സമൂഹത്തെ കുറിച്ചുള്ള പഠനം, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള ദൗത്യങ്ങളെ കുറിച്ചുള്ള പഠനം, ഇന്നൊരു മുസ്ലിം യൂത്ത് ലീഗുകാരന് ഇടപെടേണ്ട വിഷയങ്ങളെ കുറിച്ചുള്ള പഠനം, ആ ലേണിംഗ് നിങ്ങൾക്കുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം. എനിക്കും നിങ്ങൾക്കും ആ ലേണിംഗ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ലീഡർഷിപ്പിന്റെ കടമ്പ നമ്മൾ കടന്നുപോയി എന്നതാണ് പ്രധാനം. ഇന്ന് ലീഡർഷിപ്പിൽ ഇരിക്കുന്ന പലർക്കും തൻ്റെ കൂടെയുള്ള പ്രവർത്തകരുടെ ആവശ്യങ്ങൾ അറിയില്ല. ഇന്ന് ലീഡർഷിപ്പിലിരിക്കുന്ന പലർക്കും തൻ്റെ നാടിന്റെ ആവശ്യങ്ങൾ അറിയില്ല. ഇന്ന് ലീഡർഷിപ്പിലിരിക്കുന്ന പലർക്കും മുന്നോട്ടുള്ള വഴികളെ കുറിച്ച് അറിയില്ല. ഇന്ന് ലീഡർഷിപ്പിലിരിക്കുന്ന പലർക്കും സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇന്ന് ലീഡർഷിപ്പിലിരിക്കുന്ന പലർക്കും തൻ്റെ കുറവുകളെയോ കുറ്റങ്ങളെയോ പരിമിതികളെയോ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്തൊരു സമയം വന്നാൽ പിന്നെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന ആളുകളിൽ നീളമുള്ള മൂക്കുള്ള ആളുകളൊന്ന് കൈവെക്കൂ. One, two, three, four. വീതിയുള്ള നെറ്റിയുള്ള ആളുകളൊന്ന് കൈവെക്കൂ. ഹാർഡ്ലി എല്ലാവരും ഇങ്ങനെ തൊട്ടുകയാണ്, കഷണ്ടി ഉണ്ടോ? ഓക്കെ, 4-5 ആള് ഹാൻഡ്സ് ഡൗൺ. നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന പ്രതിനിധി സംഘങ്ങളിൽ ഇവിടെ പങ്കെടുക്കുന്ന ഡെലിഗേറ്റ്സ് മീറ്റിൽ പങ്കെടുക്കുന്നവരിൽ ഞാനൊരു മുസ്ലിം യൂത്ത് ലീഗുകാരൻ എന്ന നിലയിൽ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു ചെറുപ്പക്കാരനാണ് എന്ന അഭിപ്രായമുള്ള ആൾക്കാരൊന്ന് കൈവെക്കൂ. ഇവിടെ ആര് പൊക്കാനല്ല നോക്കണത്, ആരാ പൊക്കണെന്ന് നോക്കണം. ഓ മാതൃകയാണോ എന്ന് ഞങ്ങൾ പറയാം എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. വേറെ ആൾക്കാരെ നോട്ടം കണ്ടപ്പോഴാണ് പകുതി പൊക്കിയ ആൾക്കാരൊക്കെ താഴ്ത്തിയത്. 3 ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളിൽ നീളമുള്ള മൂക്കുള്ളവരോട് കൈവെക്കാൻ പറഞ്ഞു ഇല്ലേ? നിങ്ങളെ ലേണിങ്ങിന്റെ കടുപ്പം കൊണ്ട് നിങ്ങൾ പൊക്കിയില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചത് എത്രേ? ഈ കൂടിയിരിക്കുന്നവരിൽ മൂക്കിന് നീളമില്ലാത്ത ആരെങ്കിലും?
പെറ്റു വീഴുന്ന പാടുള്ള കുട്ടിക്കുമുണ്ട് അവളുടെ മൂക്കിന് 1-2 സെന്റിമീറ്റർ നീളം. ലോകത്ത് ചപ്പിയ മൂക്കുള്ള ജപ്പാനീസ്, ചൈനീസ്, നേപ്പാളീസ് അവരുടെ മൂക്കിനുണ്ട് നീളം. ഇവിടെ ഇരിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ ചുറുചുറുക്കുള്ള പ്രതിനിധികളുടെ മൂക്കിന് നീളമില്ല. നിങ്ങൾ എന്താ പൊക്കാത്തതിന്റെ കാരണം? നിങ്ങൾ ഓരോരുത്തർ അളന്നു നോക്കുകയാണ്. വല്ലാതെ നീളം ഉണ്ടെങ്കിലാണ് മൂപ്പര് പൊക്കാൻ പറഞ്ഞത്. യെസ് ഓർ നോ? ഞാൻ പറഞ്ഞത് എന്തുമാത്ര? നീളമുള്ള മൂക്കുള്ളവർ കൈപൊക്കുക. നിങ്ങൾ എന്ത് വിചാരിച്ചു? അദ്ദേഹം ചോദിക്കുന്നത് വളരെ നീളമുള്ള ആളുകളെ പറ്റിയാണ്. ഞാൻ പറഞ്ഞതാണോ നിങ്ങൾ വിചാരിച്ചതാണോ? ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ വിചാരിച്ചാണോ? നിങ്ങൾ വിചാരിച്ചതാണ്. ഉത്തരം തെറ്റിയതിന്റെ കാരണക്കാരൻ ഞാനാണോ നിങ്ങളാണോ? നിങ്ങളാണ്. ലേണിംഗ് എന്ന് പറയുന്നത് അവനവന് ആവശ്യമുള്ളത് മുൻവിധികളില്ലാതെ പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് പ്രധാനം. പല നേതാക്കളും പറയുന്ന ഒരു വർത്താനുണ്ട്. ആരെങ്കിലും ഒക്കെ ഒരു പ്രവർത്തകൻ വന്ന് എന്തെങ്കിലും പറയുമ്പോഴൊക്കെ അവർ ഇജ്ജ് പറയണ്ട, എന്താ പറയാൻ പോണെന്ന് എനിക്ക് അറിയാം. സംഗതി മൂപ്പർക്ക് പറഞ്ഞതും മനസ്സിലാവില്ല, പറയാനുള്ളതും മനസ്സിലായി ഉണ്ടാവില്ല. പക്ഷെ അറിഞ്ഞില്ല എന്നുള്ളത് മൂപ്പർക്ക് അപ്പോഴും മനസ്സിലായി ഉണ്ടാവില്ല. ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി മുൻവിധിയുടെ തടവറയിലാണ് നമ്മുടെ ലേണിംഗ്. ഒരു നേതാവിന് ഉണ്ടാവേണ്ട ക്വാളിറ്റി ഉക്കാലയുടെ ചന്തയിൽ പ്രവാചകൻ അറിയാഞ്ഞിട്ടല്ല, അത് മോശത്തിന്റെ ചന്തയാണെന്ന്. പക്ഷെ അവിടെ പോയത് മുൻവിധികളില്ലാതെ പ്രവാചകൻ അറിയാനാണ്. ഒരു ജനതയുടെ സ്വഭാവം തിരിച്ചറിയാനാണ്. ആ സമൂഹത്തിന്റെ ബോധ്യം എന്താണെന്ന് മനസ്സിലാക്കാനാണ്. കൂടെ ജീവിച്ച പ്രവാചകൻ, കൂടെ നടന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവചരിത്രത്തിൽ എത്രയോ അനുഭവങ്ങൾ പറയുന്നത് കാണാം. പ്രവാചകൻ തങ്ങള് ഒരു സാധുവായ പ്രായം ചെന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് വിറക് ഭാണ്ഡങ്ങൾ തന്റെ തലയിൽ വെച്ച് എടുത്തു കൊണ്ടുപോയി ആ സ്ത്രീക്ക് അത് കൊണ്ടുപോയി കെട്ടുബന്ധങ്ങൾ ഇറക്കി വെക്കുന്ന രംഗം നമുക്കറിയാം. അങ്ങനെ സമാനമായി പ്രവാചകൻ എത്രയോ മുഹൂർത്തങ്ങളിൽ ഇടപഴകുന്നത് കാണാം. ആ ഇടപഴകുന്നവരെല്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ജനതയുടെ കൂടെ നിന്നുകൊണ്ട് പഠിക്കുകയാണ്, അറിയുകയാണ്, ആ ജനതയെ അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കുറിച്ച്, ചുറ്റുമുള്ളവരെ കുറിച്ച്, നമ്മുടെ സമൂഹത്തെ കുറിച്ചുള്ള ലേണിംഗ് എന്ന് പറയുന്നതാണ് ലീഡർഷിപ്പിന്റെ ഒന്നാമത്തെ ചാലഞ്ച്. വീതിയുള്ള നെറ്റി ഇല്ലാത്തവരാരും കൂട്ടത്തിലില്ല. കഷണ്ടിക്കാർ മാത്രം കൈവക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നെറ്റിക്കൊക്കെ വീതിയുണ്ട്. യെസ് ഓർ നോ? ഉണ്ട്. അപ്പോഴും നിങ്ങൾ ആലോചിച്ചത് വല്ലാതെ വീതിയുള്ളവർ മാത്രം കൈവക്കിയാൽ മതി എന്നുള്ളതാണ്. ഇതൊക്കെ പോട്ടെ, മൂന്നാമത്തെ ചോദ്യം, നമ്മളൊരു യൂത്ത് ലീഗുകാരൻ എന്ന നിലയിൽ മാതൃകയാണ് എന്നൊന്ന് കൈവക്കാൻ പറഞ്ഞപ്പോ 1-2 ആളുകൾ ശ്രമിച്ചതൊഴിച്ചാൽ ബാക്കി ആരും കൈവക്കിയിട്ടില്ല. അപ്പൊ മുസ്ലിം യൂത്ത് ലീഗുകാരന്റെ മാതൃകാരാണ് സീതി സാഹിബാണ്. മുസ്ലിം യൂത്ത് ലീഗുകാരന്റെ മാതൃകാരാണ് CH മുഹമ്മദ് കോയ സാഹിബാണ്. മുസ്ലിം യൂത്ത് ലീഗുകാരന്റെ മാതൃകയാരാണ് ശിഹാബ് തങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം നമ്മൾ പൂർവഗാമികളായ മഹാരഥന്മാരുടെ കഥകൾ പറഞ്ഞ് ജീവിക്കും? പ്രിയപ്പെട്ടവരെ, നമ്മൾ CH മുഹമ്മദ് കോയ സാഹിബ് ഒരു സമൂഹത്തെ സ്വാധീനിച്ചതുപോലെ, ശിഹാബ് തങ്ങൾ ഒരു യുഗത്തെ സ്വാധീനിച്ചതുപോലെ, സീതി സാഹിബ് ഒരു ജനതയെ സമാശ്വസിപ്പിച്ചതുപോലെ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു നേതാവാകണമെന്നൊന്നുമില്ല. നിങ്ങളൊരു 10 ആളുകൾ കൂടെ ഇരിക്കുമ്പോൾ ആ 10 ആളുകൾക്ക് മോഡലായി ചെയ്യാൻ പറ്റുന്ന, മാതൃകയാക്കാൻ പറ്റാവുന്ന ഒരു സഹോദരനായി മാറാൻ പറ്റും നിങ്ങൾക്കും എനിക്കും. ദാറ്റ് ഈസ് എ ചാലഞ്ച്. ഒന്നിച്ചിരിക്കുന്ന സമയത്ത് എന്റെ കൂടെയുള്ള 7 സഹപ്രവർത്തകന്മാർ കൂടിയിരിക്കുമ്പോ ഞങ്ങളെ പ്രസിഡന്റ് ഒരു മാന്യനാണെന്ന് 6 ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ദാറ്റ്സ് എ ചാലഞ്ച്. നിങ്ങൾ വീട്ടിലകത്തിരിക്കുന്ന സമയത്ത് എന്റെ മോൻ എനിക്കൊരു മഹാഭാഗ്യമാണ്, അവനൊരു നല്ല മകനാണ്, ഞാൻ അങ്ങനെ ഒരു മകനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് എന്ന് നിങ്ങൾ ഉപ്പ പറയൂ നിങ്ങളെ കുറിച്ച്? കല്യാണം കഴിച്ചവരാണെങ്കിൽ മാറിയിരുന്ന് ഭാര്യ ഒറ്റയ്ക്കിരിക്കുമ്പോ അള്ളാഹു ഇങ്ങനൊരു മനുഷ്യന്റെ ഭാര്യയാകാൻ കഴിഞ്ഞത് എന്റെ മഹാഭാഗ്യമാണെന്ന് അവനവന്റെ ഭാര്യ പറയൂ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പറയൂ ഐ എം ലക്കി ടു ഹാവ് സച്ച് എ ഫാദർ, അങ്ങനെ ഒരു വാപ്പുണ്ടായത് എന്റെ ഭാഗ്യമാണെന്ന്. നമ്മൾ ലോകത്തെ സ്വാധീനിക്കാൻ ഓടുന്നതിൻ്റെ ഇടയിൽ ചുറ്റുമുള്ള ഈ ചെറിയ വട്ടത്തിൽ നമുക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവനവന്റെ വൃത്തങ്ങളിൽ ഒരു സ്വാധീനമില്ലാതിരിക്കുകയും എത്ര ദൂരത്തേക്ക് പോകുന്നോ അത്രയും സ്വാധീനം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ കാലത്തിന്റെ ദുരന്തം. നാട്ടുകാരെന്നെ പറയണം, നിങ്ങൾ എന്റെ വീട്ടുകാരോട് ചോദിക്കരുത്, വേറെ ആരോടും എന്നെ പറ്റി ചോദിച്ചോ. എന്റെ സഹപ്രവർത്തകരോട് ചോദിക്കരുത്, നിങ്ങൾ വേറെ ഏത് ശാഖയിലും എന്നെ പറ്റി ചോദിച്ചോ. നോ, നെവർ. ഒന്നാമത്തെ എനിക്ക് 4 കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. അറിയുന്നതിൽ പ്രവാചകൻ പറഞ്ഞു, ആദ്യത്തെ അറിവ് അവനവനെ കുറിച്ചുള്ള അറിവാണ്. ലേണിംഗ് 4 തരത്തിലാണ്. 1 എഅരിഫ് റബ്ബക്, 2 എഅരിഫ് നഫ്സക്, 3 എഅരിഫ് ദുനിയ, 4 എഅരിഫിൽ ആഖിറ. 4 കാര്യങ്ങൾ ഒരു നേതാവ് അറിഞ്ഞുകൊണ്ടേയിരിക്കണം.
ഒന്ന് അവനവനെ കുറിച്ചുള്ള അറിവാണ്. അവനാന്റെ നെറ്റി, അവനാന്റെ മൂക്ക്, അവനാന്റെ മാതൃക, അവനാന്റെ കുറവ്, അവനാന്റെ കഴിവ്, സ്വന്തത്തെ കുറിച്ചുള്ള അറിവ്. ഐഡന്റിഫൈ തൈസെൽഫ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ഗുണങ്ങൾ അറിയുക, നിങ്ങളുടെ സാധ്യതകൾ അറിയുക, നിങ്ങളുടെ കഴിവുകൾ അറിയുക, നിങ്ങളുടെ ചാലഞ്ചുകൾ അറിയുക. ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്നെയാണ്. 35 കൊല്ലം ഒന്നിച്ച് ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാർ പിരിയുമ്പോൾ അവർ തമ്മിൽ തർക്കിച്ച് ഞങ്ങളൊക്കെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ മസ്ലഹത്തിനൊക്കെ ഇരിക്കുമ്പോൾ സ്ഥിരമായി കേൾക്കാറുള്ള ഒരു ഡയലോഗ് ഉണ്ട്: അവൾക്ക് ശരിക്കുള്ള എൻ്റെ സ്വഭാവം മനസ്സിലായിട്ടില്ല. അപ്പൊ ചില സ്ത്രീകളൊക്കെ ചോദിക്കും, 35 കൊല്ലം ഒന്നിച്ച് ജീവിച്ച് ഇനി എന്താ അയാൾക്ക് പറയാനുള്ളത്? ഒന്നിച്ച് അടികൂടുന്ന സമയത്ത് നിനക്ക് എൻ്റെ ശരിക്കുള്ള മുഖം മനസ്സിലായിട്ടില്ല. 10 കൊല്ലം ഒന്നിച്ച് പ്രവർത്തിച്ച സഹപ്രവർത്തകനോട് പറയുന്ന ഈ വർത്തമാനം നമ്മൾ എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾക്ക് നമ്മളെ കുറിച്ച് അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ചിലപ്പോഴൊക്കെ ദേഷ്യം പിടിക്കും പറയാറുള്ള വാക്കുണ്ട്: ദേഷ്യം പിടിച്ചാൽ ചിലപ്പോൾ എന്നെ പിടിച്ചാൽ കിട്ടൂല, എന്നെ മനസ്സിലാവില്ല, എന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇതെല്ലാം ഒരു സൂചനയാണ്. ആ സൂചന എനിക്ക് എന്നെ അറിയില്ല എന്നുള്ളതാണ്. അല്ലാതെ പ്രവാചകർ പറയുന്നു, നിങ്ങൾ നല്ലൊരു മനുഷ്യനാവണമെങ്കിൽ നിങ്ങൾ അറിയണം, അവനവനെ അറിയണം. അതുകൊണ്ട് ആ പ്രവാചകൻ ഒരു മോശത്തരത്തിനും, ഒരു പ്രവാചകന്റെ ഇസ്ലാമികമായ പ്രബോധനം ഇല്ലാതിരുന്നിട്ടും ഒരു മോശത്തരത്തിനും തന്റെ പ്രായത്തിന്റെ ഇടയിൽ 40 വയസ്സിന് മുമ്പ് പ്രവാചകൻ പോകാതിരുന്നത് അവനവനെ കുറിച്ചുള്ള അറിവിന്റെ ബോധ്യം കൊണ്ടാണ്. 1 നിങ്ങളെ അറിയുക, 2 അള്ളാഹുവിനെ അറിയുക, 3 ദുനിയാവിനെ അറിയുക, 4 ആഖിറത്തിനെ അറിയുക. മുസ്ലിം ലീഗുകാരനെ സംബന്ധിച്ചിടത്തോളം ഇത് 4ഉം പ്രധാനമാണ്. നമ്മൾ ദുനിയാവ് നന്നായി അറിയണം, ഈ നാടിന്റെ മോശത്തരങ്ങൾ അറിയണം, രാഷ്ട്രീയത്തിന്റെ വർത്തമാനങ്ങൾ അറിയണം. അറിയാവുന്നതിന്റെ അത്രയും നമ്മൾ പഠിക്കണം. അതേസമയം തന്നെ പോകേണ്ട ഇടം ആഖിറമാണെന്ന ബോധം അറിയണം. തിരിച്ചു മടങ്ങേണ്ടത് അള്ളാഹുവിന്റെ അടുത്തേക്കാണ് എന്നതറിയണം. ആ അറിവ് നമ്മൾക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ ലേണിംഗ് ഉള്ള ലീഡറായി മാറുക. ലീഡർഷിപ്പിന്റെ ലേണിംഗ് ആണ്. പഠിച്ചുകൊണ്ടേയിരിക്കുക. സംഘടനയിൽ പ്രസിഡന്റ്ഷിപ്പ് കിട്ടി, പഠിക്കുക. നിങ്ങൾ ആദ്യം പ്രവർത്തിക്കുന്നതിന് മുമ്പ്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ്, ഒരു വിഷയത്തിൽ നിങ്ങൾ മസ്ലഹത്തിന് വിളിച്ചു, ലേണിംഗ്. നിങ്ങൾ അറിയുക, പഠിക്കുക. ആദ്യം കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ പഠിക്കുക. നിങ്ങളൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, നിങ്ങൾ പഠിക്കുക ആദ്യം. നിങ്ങളൊരു വിഷയത്തിൽ ഇടപെടുകയാണ്, പഠിക്കുക ആദ്യം. സോഷ്യൽ മീഡിയയിൽ വാട്സപ്പും ഫേസ്ബുക്കും എടുത്ത് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോവുകയാണ്, പഠിക്കുക ആദ്യം. നേതാവിനെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്, പഠിക്കുക ആദ്യം. പഠിക്കാതെ നമ്മൾ കാര്യങ്ങൾ അറിയാതെ ഓടി പ്രവർത്തിക്കുന്നതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. 1 ലേണിംഗ്. 4 കാര്യങ്ങളൊന്ന് പറയോ? ലേണിംഗിന്റെ 4 ഭാഗങ്ങൾ. 1 സ്വന്തത്തെ, ഒന്ന് ഉറക്കെ പറ. 1 2 അള്ളാഹുവിനെ അറിയുക. 3 ദുനിയാവിനെ അറിയുക. 4 ആഖിറത്തിനെ അറിയുക. ഇപ്പൊ എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി ഒന്ന് ഉറക്കെ പറയോ? നമ്പർ 1 അവനവനെ അറിയുക. നമ്പർ 2 അള്ളാഹുവിനെ അറിയുക. നമ്പർ 3 ദുനിയാവിനെ അറിയുക. നമ്പർ 4 ആഖിറത്തിനെ അറിയുക. ഈ അറിവ് പലർക്കും ഉണ്ടാവും, പക്ഷെ 4ഉം ഉണ്ടാവില്ല. ചിലതേതെങ്കിലുമൊക്കെ ഉണ്ടാവും. 1 അള്ളാൻ എന്തായാലും അറിയും, കാരണം മൂപ്പരവിടെ ഉണ്ട്, നമുക്കറിയാം. 2 ദുനിയാവും കാര്യമായിട്ട് അറിയും. ആഖിറവും നമ്മൾ കാര്യമായിട്ട് അറിയില്ല, സ്വന്തത്തെ അറിയില്ല. അത് 2 റിസർവിൽ വെക്കും, ബാക്കി 2 അനുഭവിക്കും. ഇത് 4ഉം അറിയുന്നവരാണ് ലേണിംഗിന്റെ ബോധ്യമുള്ളവർ. 1 2 പ്രവാചകൻ അത് അറിഞ്ഞു. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ വളർന്നു. നിങ്ങളൊരു നേതാവെന്ന നിലക്ക് പഠിച്ചാൽ വളരും. എന്ത് സാധനം അറിഞ്ഞാലും നിങ്ങൾ പ്രയോഗിക്കാൻ ശ്രമിക്കും. ഏത് സാധ്യതകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ ശ്രമിച്ചാലും ലേണിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രോയിങ് കാണിക്കും. ഉദാഹരണമായി വണ്ടി ഓടിക്കാൻ, സൈക്കിൾ ഓടിക്കാൻ, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മൾ വേറൊരാൾ ഓടിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പഠിച്ചതാണ്. പഠിച്ചതിന് ശേഷമാണ് ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ എന്ന് പറയുന്നത്. ഒരാളും ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് പഠിക്കാൻ തുടങ്ങുമ്പോഴല്ല ക്ലച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്ത് എന്ന് ചോദിക്കുന്നത്. ഒബ്സർവ് ചെയ്ത് ഞാൻ പഠിച്ചെടുത്ത സാധനം, മനസ്സിലാക്കിയ സംഗതി എൻ്റെ ഉള്ളിൽ ഒരു ഗ്രാഹ്യം തന്നു എന്ന് ഉറപ്പാകുമ്പോഴാണ് ഞാനൊന്ന് നടന്നു നോക്കട്ടെ, ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ എന്ന് മനുഷ്യൻ തീരുമാനിക്കുന്നത്. നടക്കാൻ കഴിയുമെന്ന് പഠിച്ച ശേഷമാണ് നമ്മൾ നടന്നു നോക്കുന്നത്. യെസ് ഓർ നോ? യെസ്. ലേണിംഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആരും ശ്രമിച്ചില്ലെങ്കിലും ഗ്രോ ചെയ്യും, വളരും. നമ്മൾ അറിഞ്ഞാൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. ആ വളർച്ച നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ലേണിംഗ് ഉള്ള ഒരു ലീഡർ ഗ്രോയിങ് എന്നത് ഉറപ്പുവരുത്തിക്കൊണ്ടേയിരിക്കണം. എവിടെയും കെട്ടിക്കിടക്കരുത്. കഴിയാവുന്നത്ര വളരണം. പ്രസംഗത്തിൽ കഴിയാൻ, വർത്തമാനത്തിൽ കഴിയുമെങ്കിൽ, ഇടപെടലിൽ കഴിയുമെങ്കിൽ, എഴുത്തിൽ കഴിയുമെങ്കിൽ, സംഘാടനത്തിൽ കഴിയുമെങ്കിൽ, സൗഹൃദത്തിൽ കഴിയുമെങ്കിൽ, എവിടെയെല്ലാം നിങ്ങൾക്ക് വളർത്താൻ കഴിയുമോ അവിടെയെല്ലാം നിങ്ങൾ വളർത്തിക്കൊണ്ടേയിരിക്കുക. ആ വളർച്ച ഗ്രോയിങ്ങിനെ ഉറപ്പുവരുത്തിക്കൊണ്ടേയിരിക്കുക.
ലേണിങ്ങും ഗ്രോയിങ്ങും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന മൂന്നാമത്തെ ഒരു ബോധ്യമുണ്ട്. അതാണ് മച്ചുറിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, പക്വത എന്ന് നമ്മൾ പറയും. ആ പക്വത ഒരു മനുഷ്യനിൽ പതിയെ കടന്നു വരും. നിങ്ങൾ നോക്കണം, 25 വയസ്സുള്ള പ്രവാചകൻ ലേൺ ചെയ്തു, ഗ്രോ ചെയ്തു, വളർന്നു. ആ വളർച്ചയുടെ ഘട്ടത്തിൽ ആരോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പ്രവാചകൻ ചോദിച്ചു, എന്താണ്? നിങ്ങൾക്കൊരു കല്യാണാലോചനയുണ്ട്, ഒരു പ്രപ്പോസൽ. ആരാണ്? ഖദീജയാണ്. ഖദീജ ബിവിയോ? എന്റെ മുതലാളി, കച്ചവടത്തിൽ എന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഞാൻ അവരുടെ കാര്യസ്ഥനാണ്. അവരെന്നെ കല്യാണം കഴിക്കുകയോ? നേരത്തെ 2 കല്യാണം നടത്തിയവരാണ്, മൂന്നാമത്തെ ഒരു കല്യാണമാണ്. പ്രായം 40 വയസ്സുള്ള സ്ത്രീയാണ്. 9 വയസ്സുള്ള കുട്ടികളെ കല്യാണം കഴിക്കുന്ന നാട്ടിൽ 40 വയസ്സുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇന്ന് 20 വയസ്സുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുന്ന നാട്ടിൽ 60 വയസ്സുള്ള സ്ത്രീയെ പോലെയാണ്. വൃദ്ധയായ ഒരു സ്ത്രീ, ചുറുചുറുക്കുള്ള 25 വയസ്സുള്ള നാട്ടിലെ സുമുഖനായ ചെറുപ്പക്കാരനോട് കല്യാണം ആലോചിക്കുക. നമ്മളാണെങ്കിൽ എന്ത് പറയും? ആ വയസ്സത്തിന്റെ മോഹം അവിടെ നിൽക്കട്ടെ, ഞാൻ അതിന് റെഡിയല്ല. പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, അത്ര പക്വതയുള്ളൊരു സ്ത്രീ എന്നെ കല്യാണം കഴിക്കുകയോ? ഖദീജ അത്രയും ഗൗരവവും പക്വതയുമുള്ള ഒരു സ്ത്രീ എന്നെ കല്യാണം ആലോചിക്കുകയോ? നിങ്ങൾ എന്തേ പറയണത്? യെസ്, ഖദീജക്ക് നിങ്ങൾ ആഗ്രഹമുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഖദീജ ബിവിയുടെ ഭർത്താവാകാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ അതൊരു പക്ഷെ എന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. പ്രവാചകൻ കൂടെ നിന്നു. അള്ളാഹുവിന്റെ യുക്തിയായിരുന്നു ആ യുക്തി. ആ നാട്ടിൽ കിട്ടാവുന്നതിൽ ഏറ്റവും പക്വതയുള്ള സ്ത്രീയാണ് ഖദീജ ബിവി. ആ പക്വതയുള്ള സ്ത്രീയുടെ കൂടെ ജീവിച്ചപ്പോ പ്രവാചകനും അറിയാതെ ആ പക്വത പ്രവാചകൻ അനുഭവിക്കുകയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹിറാ ഗുഹയുടെ വിജനതയിൽ 40-ാമത്തെ വയസ്സിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് നുബുവത്തിന്റെ വിളിയാളം ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് ഓതിക്കൊടുത്തപ്പോ പേടിച്ചരണ്ട് വേദനയോടെ ഓടി വന്നിട്ട് സമ്മിലൂനി, എന്നെ ഒന്ന് പുതക്കണമെന്ന് പറഞ്ഞ് ഖദീജയുടെ മടിയിൽ കിടന്ന് എന്തോ സംഭവിച്ചു എനിക്കെന്ന് പറഞ്ഞ് വിറക്കുമ്പോ ഖദീജ ബി പറഞ്ഞു, ഇത് എന്തോ സംഭവിച്ചതൊന്നുമല്ല, ഇറ്റ്സ് എ ഗുഡ് സൈൻ, അതൊരു നല്ല ലക്ഷണമാണ്, നിങ്ങൾ വാ എന്ന് പറഞ്ഞ് വറക്കത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയിട്ട്, നിങ്ങൾ നിരാശപ്പെടരുത്, പേടിക്കരുത്, ഇത് ദൈവത്തിന്റെ വിളിപാടാണ്, വിളിയാളമാണ് എന്ന് പറഞ്ഞു കൊടുത്തത് പക്വതയുള്ള ഖദീജ ബിവിയാണ്. ആ ധൈര്യം ഖദീജ ബിവിയിൽ നിന്ന് കിട്ടാൻ പരിശുദ്ധ പ്രവാചകൻ അനുഭവം ഉണ്ടായത് അങ്ങനെയാണ്. ജീവിതത്തെ നേരിടാനുള്ള പക്വത ഖദീജ ബിവിയുടെ കൂടെയിൽ നിന്നാണ് പ്രവാചകന് ലഭിക്കുന്നത്. ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളെയും പ്രവാചകന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് ഖദീജ ബിവിയിലാണ്. നമ്മളൊക്കെ പലപ്പോഴും പ്രവാചകൻ 10-11 വിവാഹം കഴിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖദീജ ബീവി മരണപ്പെടുന്നത് വരെ ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല, മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പ്രവാചകൻ അത്ര പക്വതയോടെ ജീവിച്ച, അത്ര സന്തോഷത്തോടെ വളർന്ന മറ്റൊരു കാലം ഉണ്ടായിരുന്നില്ല. ആ ഖദീജ ബീവിയുടെ ഒപ്പമുള്ള ജീവിതം പ്രവാചകനെ പക്വതയുള്ളവരിൽ പക്വതയുള്ളവരായി, ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ പാകതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായി പ്രവാചകരെ പരിവർത്തിപ്പിക്കുകയായിരുന്നു ഖദീജ ബീവിയോടൊപ്പമുള്ള സഹവാസം. അതാണ് പ്രവാചകർ പറഞ്ഞത്, ഖദീജയോടുള്ള എന്റെ കടപ്പാട് പറഞ്ഞാൽ തീർക്കാനാവാത്തതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ലീഡർക്ക് അങ്ങനെ ഒരു ഖദീജ ഉണ്ടാവണം. ഒന്നുകിൽ അത് ഭാര്യയാവാം, അല്ലെങ്കിൽ ഉമ്മയാവാം, അല്ലെങ്കിൽ ഒരു നേതാവാകാം, അല്ലെങ്കിൽ ഒരു വഴികാട്ടിയാവാം, ഒരു മാതൃകയുണ്ടാവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മുസ്ലിം യൂത്ത് ലീഗുകാരനും നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കൈപിടിച്ച് നമ്മളെ തിരുത്താനും നമ്മളെ പറയാനും കഴിയുന്ന ഒരു മച്യൂരിറ്റി ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവണം. മച്യൂരിറ്റി ഉണ്ടാവാൻ, പക്വത ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ എളുപ്പ വഴി നമ്മൾക്ക്, നിങ്ങൾ ഒറ്റൊന്ന് ആലോചിച്ചാൽ മതി, നമ്മളെ സുഖിക്കുകയും സന്തോഷിപ്പിക്കുകയും നമ്മളെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ നമ്മൾക്ക് ഉണ്ടാവാം. പക്ഷെ എന്റെ ചോദ്യം, നിങ്ങൾക്കും എനിക്കും തിരുത്തിത്തരാവുന്ന എത്ര സുഹൃത്തുക്കളുണ്ട്? മുഖത്തോട് വന്നിട്ട് നീ ചെയ്ത് ശരിയായില്ല, നീ പറഞ്ഞത് ശരിയായില്ല, മീറ്റിങ്ങിലൊന്നുമല്ല, ഒറ്റക്ക് വിളിച്ചിട്ട്, അടുത്ത് വിളിച്ചിട്ട്, നീ പറഞ്ഞത് ശരിയായില്ല, നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, നിന്റെ അടുത്ത് നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് നേരെ വന്ന് തിരുത്തുന്ന എത്ര സുഹൃത്തുക്കൾ ഉണ്ടാവും? ആ സുഹൃത്തുക്കളുടെ എണ്ണമാണ് നിങ്ങളുടെ ഭാഗ്യം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ചാലഞ്ച്, പലർക്കും അങ്ങനെ അടുത്ത് വന്ന് തിരുത്തുന്ന സുഹൃത്തുക്കൾ ഇല്ല. വന്ന് സുഖിപ്പിക്കാനും സന്തോഷം പറയാനും അഭിനന്ദിക്കാനും ഇഷ്ടം പോലെ ആളുണ്ടാവും. പക്ഷേ നമ്മൾ അടുത്തിരുത്തി, നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെയല്ല പോവേണ്ടത് എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ തിരുത്തി തരാൻ ഇന്ന് നമ്മൾക്ക് സുഹൃത്തുക്കൾ നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾക്ക് പക്വതയില്ല, ഓരോ കുഴിയിൽ ചെന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ്. ആ വീഴ്ചയിൽ നിന്ന് നമ്മൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എപ്പോഴും തന്നെക്കാൾ മുതിർന്ന ഒരാളെ പക്വതയുണ്ടാവുന്നതിന് തന്റെ കൂടെ നിലനിർത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിലുള്ള പ്രശ്നം സ്ഥായിയായി തൽക്കാലമൊക്കെ കാണിക്കും, പിന്നെ കഴിയില്ല. എപ്പോഴും ഓർക്കേണ്ട രസകരമായ ഒരു അനുഭവമുണ്ട്. എന്നോട് ഒരു ക്ലാസ്സിന് വേണ്ടി വയനാട്ടിൽ സൈനിൽ ഒരു ചെറുപ്പക്കാരൻ വന്നൊരു അനുഭവം. അവനെ കൂടെ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ച് 28-ാമത്തെ വയസ്സാണ്. ഇവൻ വന്നു, ഇവന്റെ കല്യാണം നടക്കുന്നില്ല. ഇവൻ എന്നോട് ക്യാമ്പ് നടക്കുന്നതിനിടയിൽ എന്നോട് പറഞ്ഞു, പേഴ്സണലായിട്ട് ഗസൽ സാഹിബ് ഒന്ന് കാണണം. അങ്ങനെ ഇവൻ എൻ്റെ അടുത്ത് വന്നു, കാണാൻ സംസാരിക്കാൻ വേണ്ടിയിരുന്നു.
എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ വിഷയം? പറഞ്ഞു നിങ്ങളെ വാപ്പ, എൻ്റെ വാപ്പ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, വാപ്പക്ക് നിങ്ങളെ ഇഷ്ടമാണ്, വാപ്പ പറഞ്ഞിട്ടാണ് ഞാൻ പരിപാടിക്ക് വന്നത്. ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ മുഖപുര? പറഞ്ഞു വേറൊന്നുമില്ല, നിങ്ങൾ എൻ്റെ വാപ്പനോട് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ്? ഒന്നുമില്ല, എൻ്റെ കല്യാണ കാര്യം ഒന്ന് പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 28 വയസ്സായി, ഞാനൊരു എഞ്ചിനീയറിംഗ് പഠിച്ചൊരു കുട്ടിയാണ്, 28 വയസ്സായി, എന്നിട്ടും വാപ്പ കല്യാണത്തെക്കുറിച്ച് ഒരു വർത്താനം പറയണില്ല. എപ്പോഴെങ്കിലൊക്കെ എൻ്റെ കൂട്ടത്തിലുള്ളവരുടെയൊക്കെ കല്യാണം നടന്നതായിട്ട് ഞാൻ പറയുമ്പോൾ വാപ്പ പറയണ ഈ അതിനായിട്ടില്ല എന്ന് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടക്കിടക്ക് വാപ്പനോട് ശരി എന്താവാനാണ് ബാക്കി, നിങ്ങൾ എന്ത് വർത്താനാണ് പറയുന്നത്? പക്ഷെ വാപ്പ അക്ക അമ്മ എന്ന് പറഞ്ഞ എന്നെ അനുസരിക്കാൻ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ വാപ്പ ചിലപ്പോൾ കല്യാണം കഴിപ്പിക്കും. ഞാനിത് മനസ്സിലിങ്ങനെ വെച്ചു. അങ്ങനെ കഴിഞ്ഞു. ഞാൻ ഇവനോട് ചോദിച്ചു നീ എങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തുന്നതിൽ? വീട്ടിലെ കാര്യമൊന്നും ഞാനല്ല, അത് വാപ്പ സ്വന്തമാണ് ചെയ്യുക. കാരണം അത് വാപ്പാക്ക് വേറൊരാൾക്ക് കൊടുക്കുന്നത് തീരെ താല്പര്യം ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു നീ സാധനം വാങ്ങണത് അത് വാപ്പയാണ്, വീട്ടിലേക്കുള്ള അതൊക്കെ ഉമ്മ വാപ്പ തമ്മിലുള്ള ഇടപാടാണ്, അതിൽ ഞാനൊന്നും ഇടപെടാറില്ല. അവസാനം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞ പോലെ ഒരു 10-20 ദിവസം ജീവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ റെഡിയാണ്, നിങ്ങൾ പറഞ്ഞു. ആ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി. ഇപ്പൊ ഇവൻ വിചാരിച്ചത് ഞാൻ കുറച്ച് ദിക്ർ ചെല്ലാനാട്ടോ കൊടുക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ചെല്ലാനുള്ളതൊന്നല്ല, ചെയ്യാനുള്ളതാണ്. ഈ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ എത്ര ബാങ്കിൽ പൈസ ഉണ്ട്? പറഞ്ഞു 5-8,000 റുപ്യ ഉണ്ടാവും, അത് അവിടെ നിന്നൊക്കെ ഒപ്പിച്ച് ബാങ്കിലുള്ളതാണ്, അത് പല ആവശ്യത്തിന് ഹോട്ടലിലൊക്കെ പോകാനുള്ളതാണ്. ഞാൻ പറഞ്ഞു ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇന്ന് നാളെ മുതൽ രാവിലെ വീട്ടിലെത്തി വീട്ടിൽ നിന്ന് ഉമ്മനോട് ചെന്നിട്ട് ചോദിക്കണം എന്തെങ്കിലുമൊക്കെ സാധനം കടയിൽ നിന്ന് വാങ്ങാൻ ഉണ്ടോ. ആ സമയത്ത് ഉമ്മ നിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്താണോ സാധനം വാങ്ങാൻ പറഞ്ഞത് തിരിച്ചൊന്നും പറയരുത്, നീ പോയി വാങ്ങി കൊണ്ടു കൊടുക്കണം. ഇവൻ പറഞ്ഞു ഉമ്മ അത് പറയൂല എന്നോട്, കാരണം ഉമ്മ അത് പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ പറഞ്ഞതുകൊണ്ട് നീ ഒന്ന് ചോദിക്ക്. ഇവൻ പിറ്റിമൻ പറഞ്ഞു റെഡി. അങ്ങനെ എത്ര ദിവസം ചോദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു 10-20 ദിവസമെങ്കിലും ചോദിക്കണം. അപ്പൊ പറഞ്ഞു അത് നടക്കൂല, ആകെ 7,500 റുപ്യ എൻ്റെ കയ്യിൽ ഉള്ളൂ. വാപ്പനോട് ഉമ്മ പറയുന്ന കണക്ക് കണ്ടാൽ തന്നെ എനിക്ക് ബേജാറാവും, കാരണം അത്രയും വലിയ ലിസ്റ്റാണ്. ഞാൻ പറഞ്ഞു സാരില്ല ഈ എന്നിട്ട് അവൻ ലാസ്റ്റ് ചോദിച്ചു ചെയ്യാ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നാ കല്യാണം നടക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നടന്നില്ലെങ്കിൽ ഞാൻ ഈ പൈസ തിരിച്ചു തരും, തൽക്കാലം അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ഇവൻ ഇത് ഏറ്റുപോയി. പിറ്റേന്ന് ഇവൻ എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു ഗസൽസ് ആകെ കുടുങ്ങി, എന്താണെന്നറിയില്ല. ഞാൻ രാവിലെ ഉമ്മനോട് ചോദിച്ചപ്പോൾ ഉമ്മ അന്നേരം തുടങ്ങിയതാണ് ചിരി. ഇപ്പൊ എന്നെ കാണുമ്പോഴൊക്കെ ഉമ്മ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉമ്മാക്ക് നിങ്ങൾ പറഞ്ഞത് വല്ല ക്ലൂ കിട്ടിയോന്ന്? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഈ നാളെയും കൂടെ ചോദിക്കുന്നു. പിറ്റേന്ന് രാവിലെ ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഒന്നും വാങ്ങണ്ട, വാപ്പ വാങ്ങിയ സാധനം ഒന്ന് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം വീണ്ടും ചോദിച്ചു, ഉമ്മ എന്തോ ഒരു സൗകര്യത്തിൽ ഉമ്മാക്ക് എളുപ്പത്തിൽ വാങ്ങേണ്ട ഒരു സാധനം പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും 1-2 സാധനങ്ങൾ പറഞ്ഞു. ഓരോ ദിവസം ഇങ്ങനെ ആഡ് ചെയ്ത് കൂട്ടിയിടാൻ തുടങ്ങി. ലിസ്റ്റ് കൂടാൻ തുടങ്ങും. ഇവൻ എന്നെ വൈകുന്നേരം വിളിക്കും, പൈസ പോകണുണ്ട് കേട്ടോ, ഇന്ന് കുറച്ച് കൂടുതലായിട്ടോ, കല്യാണത്തിന്റെ ഒരു ചർച്ചയും അവിടെ ഇല്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞു സാരില്ലെങ്കിൽ പോട്ടെ, എനിക്കും ബേജാറ് കുടുങ്ങി. കാരണം ഇത് നടന്നില്ലെങ്കിൽ ഇവൻ സ്കൂളായി പൈസക്ക് ചോദിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇവനില്ല. പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്, കഞ്ചൂസിന് ഒരു കുറവും ഉണ്ടാവില്ല. അപ്പൊ ഇവൻ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഞാനിങ്ങനെ പോട്ടെ എന്ന് കരുതി ഇങ്ങനെ നിൽക്കുമ്പോൾ 5-8 ദിവസം കഴിഞ്ഞിട്ട് ഇവനിങ്ങനെ ഇടക്കിടക്ക് വിളിക്കും. പിന്നെ ഇവന്റെ ഫോൺ ഞാനിങ്ങനെ ശ്രദ്ധിച്ചെടുക്കാൻ തുടങ്ങി. ഒരു ദിവസം കുറച്ച് ദിവസങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പം ഒരു 10-13 ദിവസമായി ഉണ്ടാവും. ഇവനൊരു രാത്രി 11 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇപ്പം ആ സമയത്ത് വിളിക്കുന്ന കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി. എന്തെങ്കിലും സംഗതി എവിടുന്നാ വിളിക്കുന്നൊന്നും അറിയില്ലല്ലോ. ഞാൻ ചോദിച്ചു, ഫോൺ ഇങ്ങനെ എടുത്ത് ഞാൻ സംസാരിച്ചില്ല, ഞാനിങ്ങനെ ഓണാക്കി അവിടെ വെച്ചു. ഇവനെന്താ പറയണെന്ന് പറഞ്ഞു. ഗസാൽ സാഹിബ് ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി പോസിറ്റീവാണ്. ഞാൻ ചോദിച്ചു എന്താ വിഷയം? നിങ്ങൾ ഇപ്പോൾ ഉപ്പാനെ വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം, വീട്ടിലെന്താ കുഴപ്പമുണ്ടോ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് നിസ്കരിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോൾ വാപ്പ ഉമ്മനോട് പറയാണ് ഇനിയും എനിക്കൊരു കല്യാണമൊക്കെ ആലോചിക്കണം. വയനാട്ടിൽ ക്ലാസ്സിന് പോയതിനു ശേഷം നല്ല മാറ്റം ഉണ്ട്, ഒരു പക്വതയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ പറയണ് അത് ചിലപ്പോ വാപ്പ രാവിലെ ആവുമ്പോഴത്തേക്ക് മറന്നു, നിങ്ങൾ ഇപ്പം തന്നെ വിളിക്കുന്നു. അത് ഞാൻ പറയും ഈ അസമയത്ത് വാപ്പാനെ വിളിച്ചാൽ അത് മോശമാണ്, ഈ ടെൻഷൻ അടിക്കേണ്ട, നേരം വിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്കാൻ തൽക്കാലം ഈ സമാധാനിക്കുന്നു. പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ടി വന്നില്ല, ആ മനുഷ്യൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഗസാൽ സാഹിബ് നിങ്ങളോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല, മോനാകെ മാറി, ഭയങ്കര പക്വത. ഓൻ്റെ ആകെയുള്ള പ്രശ്നം ഓനൊരു കല്യാണം കഴിച്ചൊരു കുട്ടീനെ ഏൽപ്പിച്ചെടുത്ത് ഓൻ കുടുംബം അങ്ങനെ പോറ്റുന്നുള്ളായിരുന്നു എൻ്റെ സമാധാനക്കേട്. ഇപ്പം അതൊക്കെ വൃത്തിയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ക്ലാസ് ഏതായാലും അയാളോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഇതിങ്ങനെ ഒരു കരാറിലാണ് സാധനം ഇടുന്നതെന്ന്. അപ്പൊ തൽക്കാലം അതൊക്കെ പറഞ്ഞു. ദിവസം അങ്ങ് കഴിഞ്ഞു. പറഞ്ഞ പോലെ ഇവ കല്യാണം ആലോചിച്ചു. പിറ്റത്തെ 2-3 മാസം കൊണ്ട് കല്യാണമായി. ഇവന്റെ കല്യാണത്തിന് ഞാൻ പോയി. അവിടുന്ന് അന്ന് നിക്കാഹിന്റെ ഖുതുബക്കൊക്കെ പങ്കെടുത്തു. ഭയങ്കര ജോറായി കല്യാണമൊക്കെ കഴിഞ്ഞ്. അതൊന്നല്ല എൻ്റെ വിഷയം, സംഗതിയൊക്കെ നടന്നു. ഇവിടെ ആരെങ്കിലും കല്യാണം കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കും ഇത് പയറ്റാവുന്നതാണ്.
അപ്പോൾ ആരെങ്കിലും വീണ്ടും പുര നിറഞ്ഞു നിൽക്കുന്ന ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം ഒന്നാണ്. പക്ഷെ ഇവൻ എന്നെ വിളിച്ചു, കല്യാണം കഴിഞ്ഞ് അവൻ്റെ ഹണിമൂണും കുറച്ച് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സംഗതിയൊക്കെ റാഹത്താണ്, ട്രിപ്പൊക്കെ കഴിഞ്ഞു, നല്ല സമാധാനത്തിൽ തിരിച്ചു വന്നു. ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാണ്, നമുക്കത് നിർത്താലോ അല്ലേ? ആ സാധനം വാങ്ങണ പണി നിർത്താലോ? ഞാൻ ചോദിച്ചു, എല്ലാം നമുക്ക് എന്ത് വർത്താനം പറയുന്നത്? അവർ എല്ലാ സംഗതിയൊക്കെ ക്ലിക്കായ സ്ഥിതിക്ക് ഇനി വാപ്പന്നെ വാങ്ങിക്കോട്ടെന്ന്. അപ്പൊ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി എത്ര വലിയ പരിശീലനം കൊടുത്താലും ആ പക്വത ഉണ്ടായി വരൂല. നമ്മൾ ആ ചങ്ങായിക്ക് ഇതുകൊണ്ടെങ്കിലും പക്വത ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പൊ മൂപ്പര് ലാസ്റ്റ് എന്നോട് ചോദിക്കാണ്, ഇനിയിപ്പോ കാര്യമൊക്കെ നടന്ന സ്ഥിതിക്ക് ഇനി വാപ്പന്നെ നടത്തിയാ പോരെ. വളർന്നു എന്നുള്ളത് കൊണ്ട് പക്വത ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും. അതുകൊണ്ടാണ് പഴയ കാരണന്മാരൊക്കെ കെട്ടിച്ചു നോക്ക് ചിലപ്പോ പക്വത ആയി വരുന്നു പറഞ്ഞിട്ട് കല്യാണം പിടി കഴിപ്പിച്ചത്. ചില നേതാക്കന്മാരെ പറ്റി പറയും, സംഗതി അയാള് 5-6 കൊല്ലായി പ്രസിഡന്റ് ആയിട്ട്, പക്ഷെ എന്തോ ഒരു പക്വത കുറവ് അയാൾക്കുണ്ട്. പക്വത എന്ന് പറയുന്നത് ആ മനുഷ്യൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രായത്തെക്കാൾ കവിഞ്ഞ ഒരു സംസ്കാരം ഉണ്ടാകുന്നതിനാണ് പക്വത എന്ന് പറയാം. ചില കുട്ടികളോട് പറയും, സംഗതി 10ാം ക്ലാസ്സിലാണെങ്കിലും എന്തോ ഒരു പക്വത ഉള്ളൊരു കുട്ടീനെ പോലെ തോന്നുകയാണ് എന്ന് പറഞ്ഞാൽ പ്രായത്തെക്കാൾ മുതിർന്ന ഒരു സംസ്കാരവും ബോധവും കൈകാര്യവും നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്താണ് പക്വത എന്ന് പറയാം. ഒരു ലീഡർ ആണെങ്കിൽ ആ ലീഡർക്ക് അന്തസ് ഉണ്ടാവണമെങ്കിൽ, പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വിലയുണ്ടാവണമെങ്കിൽ, നിങ്ങൾ ജനറൽ ബോഡിയിൽ സെലക്ട് ചെയ്യപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ആളുകൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് വീട്ടിലും കുടുംബത്തിലുമൊക്കെ വിലയും നിലയും ഉണ്ടാവണമെങ്കിൽ അതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും മച്യൂരിറ്റി കാണിക്കുക എന്നുള്ളതാണ്. പക്വത കാണിക്കുക. ശരീരം വളർന്നാ പോരാ, പ്രവൃത്തി വളർന്നാ പോരാ, കഴിവ് വളർന്നാ പോരാ, പക്വതയുണ്ടാവുക എന്ന് പറയുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പക്വതയിൽ നിന്നാണ് ശരിക്കും മനുഷ്യൻ വളരുക. രാഷ്ട്രീയത്തിലാവട്ടെ, സാംസ്കാരിക രംഗത്താവട്ടെ, മതരംഗത്താവട്ടെ, പൊതുരംഗത്താവട്ടെ, കുടുംബത്തിലാവട്ടെ, വൈയക്തിക ജീവിതത്തിലാവട്ടെ, പക്വതയുണ്ടാക്കിയെടുക്കുക എന്നതാണ് ലീഡർഷിപ്പിന്റെ 3ാമത്തെ ക്വാളിറ്റി. 1 ലേണിംഗ്, 2 ഗ്രോയിങ്. വളർത്താൻ പറ്റുന്നതെല്ലാം വളർത്തുക. കഴിവാകട്ടെ, ശേഷികളാവട്ടെ, ഭാഷയാവട്ടെ, നിങ്ങളുടെ ബന്ധങ്ങളാവട്ടെ, സൗഹൃദങ്ങളാവട്ടെ, എല്ലാം നിങ്ങൾ വളർത്തിക്കൊണ്ടേയിരിക്കുക. 3ാമത്തത് ആ വളർച്ചക്കനുസരിച്ച് നിങ്ങൾക്ക് പക്വത ഉണ്ടാക്കുക. പക്വതയുള്ളൊരു നേതാവായി മാറാൻ ചെറിയ പ്രായത്തിലേ ശ്രമിക്കുക. അങ്ങനെ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ മുഴുവനും മാറ്റാനുള്ള ഒരു വലിയ ദൗത്യത്തിന്റെ നേതൃത്വത്തിലേക്ക് പോകാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവസാനത്തത് ലേണിംഗ് ഉണ്ട്, ഗ്രോയിങ് ഉണ്ട്, മച്ചുറിങ് ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട പണിയാണ് എന്ത്? കോൺട്രിബ്യൂട്ടിങ് ചെയ്യുക, സേവിക്കുക, ആളുകൾക്ക് സമർപ്പിക്കുക. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശകൂറ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ. അവരിൽ ആളുകൾ ചിലരുണ്ട്, അവരുടെ പ്രത്യേകത അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരാണ്, ഇന്നമാ നുതഇമുകും, ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശകൂറ. നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചിട്ടല്ല എന്റെ ഈ സേവനങ്ങൾ അത്രയും. നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്ക് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ നിരുപാധികമായി സേവിക്കുന്ന മനസ്സുള്ളവർ അവർക്കിടയിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശകൂറ. അല്ലാഹുവിന്റെ തൃപ്തിയല്ലാത്ത വേറൊന്നും ഉണ്ടാവില്ല മനസ്സിൽ. ഇന്ന് പക്വതയില്ലാത്തത് കൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്നത്, ഞാൻ എത്ര സഹായം ചെയ്തത് അവന് തിരിച്ചതിൻ്റെ ഒരു നന്ദിയും ഇല്ല. ഓൻ ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് ആകുമ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അവനെ ആളെ പിടിച്ചു കൊടുക്കാൻ. ഇപ്പൊ എനിക്കൊരാവശ്യം വന്നപ്പോൾ തിരിഞ്ഞ് നോക്കണില്ല. ഞങ്ങളൊക്കെ കൂടിയാണ് ആ ചങ്ങായിക്ക് ബൈത്തുറഹ്മ ഉണ്ടാക്കി കൊടുത്തത്. ബൈത്തുറഹ്മ കൂടി പിറ്റത്താഴ്ച ഓൻ മറ്റേ പാർട്ടിയിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, തിരിച്ച് പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ, നന്ദി വാക്ക് പോലും തിരിച്ചു കൊതിക്കാതെ നിങ്ങൾക്ക് സേവിക്കാൻ പറ്റണമെങ്കിൽ ഞാനീ പറഞ്ഞ പക്വത വരണം. ആ പക്വത വന്നാൽ എറിയുന്നവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ കഴിയും, വേദനിപ്പിച്ചവന്റെ മുഖത്ത് നോക്കി സന്തോഷിക്കാൻ കഴിയും. കഴുത്തിൽ ഷോള് വലിച്ചു വേദനിപ്പിച്ച് കഴുത്ത് ചുവന്ന് മുറിയാനിരിക്കുമ്പോ പ്രവാചകൻ ചോദിക്കാണ്, എന്ത് തെറ്റാടാ ഞാൻ ചെയ്തത്? എന്തിനാ നീ അങ്ങനെ വലിക്കുന്നത്? പ്രവാചകരെ, നിങ്ങളുടെ ശ്രദ്ധ എന്നിലേക്ക് വരാനും ഈ ഷാള് വാങ്ങാനുമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പരാതി പറയാതെ പ്രവാചകൻ എടുത്തു പോയിക്കോ എന്ന് പറഞ്ഞ് ഷാൾ എടുത്തു കൊടുക്കുകയാണ്. ആ മനോഹരമായ മൂല്യം
കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ചെയ്യുന്ന സമയത്ത്, സമർപ്പിക്കുന്ന സമയത്ത്, സേവനം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പക്വതയുള്ളവരാണെങ്കിൽ ആ സേവനം മഹത്തരമായിരിക്കും. നിങ്ങൾ വിവരമുള്ളവരും ജ്ഞാനമുള്ളവരും വളർച്ചയുള്ളവരുമാണെങ്കിൽ പക്വതയോടുകൂടി സേവിച്ചുകൊണ്ടേയിരിക്കും. കോൺട്രിബ്യൂട്ടിംഗ് എന്നത് പൊതുപ്രവർത്തനമാണ്. മുസ്ലിം യൂത്ത് ലീഗുകാരൻ കോൺട്രിബ്യൂഷൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓരോ കോൺട്രിബ്യൂഷൻസ് ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യത്തെ 3 കടമ്പകൾ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇല്ലാതെ നേരിട്ട് കോൺട്രിബ്യൂഷൻസിലേക്ക് പോയാൽ അതിൽ പക്വത ഉണ്ടാവില്ല, അതിൽ വിവരം ഉണ്ടാവില്ല, അതിൽ വളർച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നവരും ചിന്തിക്കേണ്ടത്, ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചാൽ ആദ്യം ലേണിംഗ്, then growing, then maturing, then contributing. ഇനി കുറെ കാലത്തിന്റെ ആവശ്യമൊന്നുമില്ല, അപ്പപ്പോ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പ്രവാചകന് 23 വർഷക്കാലം കൊണ്ട് ലോകത്ത് മുഴുക്കെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ പറ്റിയത്. അല്ലയോ അക്മൽതു ലക്കും ദീനക്കും, പരിശുദ്ധ ദീനിനെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചില്ലേ, ഇനിയൊന്നും ബാക്കിയില്ല എന്ന് പറയാൻ പ്രവാചകന് കഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാം ചെയ്യാൻ കഴിയും. 45 വയസ്സ് കഴിയുമ്പോഴേക്ക് നാടിന്റെ കിട്ടാവുന്ന പദവിയിലെ ഏറ്റവും അത്യുന്നതങ്ങളിൽ വിരാജിച്ച് മനുഷ്യ സംസ്കാരത്തെ മാറ്റിയെടുക്കുന്നതിൽ പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റ് തീർക്കാൻ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന് കഴിഞ്ഞത് ആ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാൻ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ളത് കൊണ്ടാണ്. ആ പക്വതയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. അറിയാനും പഠിക്കാനും വളരാനും ഉയരാനുമുള്ള ഒരവസരം പോലും നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 4 വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ച് ചുരുക്കുന്നു. നിങ്ങൾ ഇന്നു മുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഗ്രോയിങ്, ഒരു യൂത്ത് ലീഗുകാരൻ എന്ന നിലയിൽ ആകാവുന്നത്രയും ശേഷിയും കഴിവും വളർന്നുകൊണ്ടേയിരിക്കുക. 3, പക്വതയുണ്ടാക്കാൻ കിട്ടുന്ന ഒരവസരവും നഷ്ടപ്പെടുത്താതിരിക്കുക. പക്വതയില്ലാത്ത ഒരു വാക്കും പ്രയോഗിക്കാതിരിക്കുക. ഇന്ന് ചിലരൊക്കെ പറയും അവന് വർത്തമാനത്തിലൊക്കെ പക്വത ഉണ്ട്, പക്ഷെ സോഷ്യൽ മീഡിയയിൽ പക്വതയില്ല. എന്ത് പോസ്റ്റ് ചെയ്യണം, എന്ത് ഫോർവേഡ് ചെയ്യണം, ആരോട് ചൂടാവണം, നോ. സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്തെ നാവാണ്. നിങ്ങൾ വാട്സപ്പിൽ പറയുന്നതും നിങ്ങളുടെ പക്വതയുടെ അടയാളമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു എന്നതിനെ പോലെ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലെ തന്നെയാണ് നിങ്ങളുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, എല്ലാ മീഡിയകളും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും പക്വതയില്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. പോകുന്ന വാക്ക്, നഷ്ടപ്പെട്ട സമയം, എറിഞ്ഞ കല്ല് തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതെറിയുന്നതിന് മുമ്പ്, നഷ്ടപ്പെടുന്നതിന് മുമ്പ്, പറയുന്നതിന് മുമ്പ് ചിന്തിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം. എല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോൾ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ മനുഷ്യര് കഴിയുക എന്നതാണ്. അങ്ങനെ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ ആ കോൺട്രിബ്യൂഷൻസ് എല്ലാ കാലഘട്ടത്തിലും ഓർമ്മിക്കപ്പെടുമെന്നുള്ളതാണ്. ശിഹാബ് തങ്ങൾ ലേണിംഗ്, ഒരു സൊസൈറ്റിയെ പഠിക്കാവുന്നതിന്റെ പരമാവധി പഠിച്ചു. ഗ്രോയിങ്, ഒരു സൊസൈറ്റിയുടെ ഒപ്പം ജീവിച്ചു വളർന്നു. മച്ചുറിംഗ്, പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിച്ച ഒരു ജനതയെ പ്രതിസന്ധികളുടെ നടുക്കടലിൽ പോലും, ബാബരിയുടെ വേദനകൾ ഉണ്ടായ സമയത്ത് പോലും തന്റെ പക്വത കൊണ്ടൊരു സമൂഹത്തെ നയിച്ചു. കോൺട്രിബ്യൂട്ടിംഗ്, കഴിയാവുന്നത്ര സമർപ്പണങ്ങൾ നിർവഹിച്ച് ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞുപോയി എത്ര നേതാക്കന്മാർ. നാളെ നിങ്ങളെയും എന്നെയും ഓർമ്മിക്കണമെങ്കിൽ ഈ LGMC എന്ന കർവിലൂടെ സഞ്ചരിക്കണം. ലേണിംഗ്, ഗ്രോയിങ്, മച്ചുറിംഗ്, കോൺട്രിബ്യൂട്ടിംഗ്. ഈ 4 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ വളർന്നാൽ യു ആർ എ ബെസ്റ്റ് ലീഡർ, നല്ല ലീഡറാണ്. ഈ 4 എണ്ണത്തിൽ ഏത് കുറഞ്ഞാലും യു ആർ ഹാൻഡിക്യാപ്ഡ് ലീഡർ. നിങ്ങൾ ദൗർബല്യമുള്ള, ദുർബലരായ ലീഡേഴ്സാണ്. എല്ലാവർക്കും എല്ലാം ഉണ്ടാവണമെന്നില്ല. എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ വളരുക തന്നെ ചെയ്യും. ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ നിങ്ങൾ തളർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും മുസ്ലിം യൂത്ത് ലീഗിന്റെ വേങ്ങരയിലെ ഈ വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും മുസ്ലിം ലീഗിനെ ഹൃദയത്തോട് ചേർക്കുന്നത് പോലെ, സേവിക്കുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിക്കുക. അവനവനെ സ്നേഹിച്ചാൽ നമ്മൾ ഒരാളുടെ മുന്നിലും മോശക്കാരനാകാൻ അനുവദിക്കില്ല. നമ്മൾ ഒരാളുടെ മുന്നിലും തലകുനിക്കരുതെന്ന് ചിന്തിക്കും. നമ്മളെക്കുറിച്ച് ഒരാൾ മോശം പറയരുതെന്ന് ആഗ്രഹിക്കും. പക്വതയില്ലാത്ത പ്രവർത്തനങ്ങളിൽ നമ്മൾ ഒരിക്കൽ പോലും ഇടപെടില്ല. ആ വിചാരവും വികാരവും അവനവന്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ചിന്ത നിങ്ങളുടെയും എന്റെയും ഉള്ളിലേക്ക് വന്നുപെടാനും, എന്നിട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ദൗത്യങ്ങളെയും ദർശനങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും അതിമനോഹരമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും സർവശക്തനായ അള്ളാഹു നമുക്കൊക്കെ ശക്തി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രവാചകൻ അറിഞ്ഞ് വളർന്ന് പക്വതയാർജിച്ച് സമർപ്പിച്ചതുപോലെ, ശിഹാബ് തങ്ങൾ അറിഞ്ഞ് വളർന്ന് പക്വതയാർജിച്ച് സമർപ്പിച്ചതുപോലെ, CH മുഹമ്മദ് കോയ സാഹിബ് അറിഞ്ഞ് വളർന്ന് പക്വതയാർജിച്ച് സമർപ്പിച്ചതുപോലെ, എനിക്ക് നിങ്ങൾക്കും ആ വളർച്ചയുടെ, അറിവിന്റെ, പക്വതയുടെ, സമർപ്പണത്തിന്റെ പുതിയ ആകാശങ്ങൾ തീർക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, ഇനിയും വിശന്ന വയറിൽ നിങ്ങൾ ഇരുത്തുന്നത് ശരിയല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട്, അതെൻ്റെ ഒരു ലേണിംഗ് ആയി ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട്, അതെൻ്റെ പക്വതയായി ഞാൻ തിരിച്ചറിയുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷൻ അവസാനിപ്പിക്കുന്നു.
വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്.